ഏട്ടാ പാല്. പാലോ? അല്ല പാല്. എന്തേട്ടാ പുള്ളി പോയി. ഒറ്റയ്ക്കാണോ വന്നത്? അല്ല ആരെങ്കിലും വിളിക്കണോ? അപ്പൊ ടെൻഷൻ കാരണം ചോദിച്ചതാണ്. എനിക്ക് വേണ്ടി ടെൻഷൻ. എന്തെങ്കിലുമൊക്കെ മിണ്ടോണ്ടിരിക്കട്ടാ. ചേട്ടൻ കല്യാണം കഴിച്ചാണോ? അല്ല അല്ല പെട്ടെന്നുള്ള ടെൻഷനിൽ ഞാൻ എന്തൊക്കെയോ ചോദിക്കണേട്ടാ. ബേബി സാബു, ബേബി സാബു, എന്തൊരു സ്ഥലം. നമ്മുടെ രണ്ടുപേരുടെ പേര് എന്തൊരു മാച്ചാണ്. ബേബി സാബു. ബേബി ഷാമ്പു. ബേബി ഷാമ്പു എന്നല്ല, ബേബി സാബു. സാബു എന്തടി കള്ളി? എന്തട കള്ള? എന്തടി പോലെ? എന്തട കള്ള? എന്തടി പോലെ? എന്തട കള്ള? എന്തടി പോലെ? എന്തട കള്ള? ഒന്നുമില്ലടാ. അയ്യോ ചേട്ടന്റെ അച്ഛനല്ലേ അത്? അച്ഛനായിരുന്നില്ലേ? ഞങ്ങള് നാട്ടിൽ അന്വേഷിച്ചായിരുന്നു. എവിടെ അന്വേഷിച്ചാലും അതിന്റെ അച്ഛൻ തന്നെയാണ്. ചേട്ടൻ എങ്ങനെയുള്ള ആളാണെന്നൊക്കെ നാട്ടിൽ അന്വേഷിച്ച് എല്ലാരും നല്ല അഭിപ്രായമാണല്ലോ. ആണല്ലേ? ഹാച്ചി. അയ്യോ ഹാച്ചി. ചോമ. അയ്യോ ചേട്ടാ ആവി പിടിക്കണ. അയ്യോ ആവി പിടിക്കലട്ടാ. എനിക്ക് പുക അലർജിയാണ്. വലിക്കൂല 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 വലിക്കൂല. അയ്യോ വലിക്കൂല വലിക്കൂല എന്നുകൊണ്ട് ഇത് കിടന്ന് വലിച്ചോണ്ടിരിക്കാനുള്ള. സിഗരറ്റ് വലിക്കൂലെന്ന് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമുക്ക് എന്നാ ആശുപത്രി പോയാലാ? അയ്യോ ആശുപത്രി പോലെ അതെന്താ? നഴ്സുമാരുടെ ഭയങ്കര പെണ്ണുങ്ങളല്ലേ. എനിക്ക് പെണ്ണുങ്ങളുടെ മുഖത്ത് എന്തൊരു ചമ്മല് പോലെയാണ്. നിങ്ങളുടെ മുഖത്ത് നോക്കൂലേ? അയ്യോ ഞാൻ ഇവിടെ നടക്കണ കാര്യമൊക്കെ എന്റെ അമ്മനെ വിളിച്ച് പറയട്ടെ. ഞാൻ അളിയനെ വിളിച്ചു പറയാം. അതെന്തിനാ? അളിനി ആദ്യരാത്ര കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതിനാലിനിപ്പോ ഉറങ്ങി കാണൂലേ? അളിയോ ഉറങ്ങിയിട്ടില്ല, പുറത്തിരിപ്പുണ്ട്. ചേട്ടാ ഞാൻ ആ കാര്യം പറഞ്ഞ കാര്യമല്ല. ചേട്ടൻ ഇത്രയും നല്ലൊരു ചെറുക്കനാണെന്ന് എന്റെ അമ്മേനോടൊന്ന് പറയട്ടെ എന്ന്. അതൊക്കെ നമുക്ക് നാളെ പറഞ്ഞ പോരെ. ഇപ്പൊ നമ്മുടെ ആദ്യരാത്രിയുടെ മൂടാ, നമുക്ക് ആദ്യരാത്രിയിലേക്ക് പോകാം. അത് നല്ലത്. മൂട് കളയണ്ടല്ലേ? വേണ്ട. ഏട്ടാ ഏട്ടൻ കല്യാണ മണ്ഡപത്തിൽ വെച്ചേ സ്റ്റോറി ഇട്ടായിരുന്ന? താലി കെട്ടുന്ന സമയത്ത് ഒരു ചെറിയൊരു ടെൻഡൻസി വന്നായിരുന്നു. പിന്നെ മോശം എന്ത് കരുതിയിട്ടാണ്. ചേട്ടന്റെ അളിയനുണ്ടല്ല കല്യാണ മണ്ഡപത്തിൽ വെച്ച സ്റ്റോറി ഇട്ടായിരുന്നു. മാറി. അവനല്ലെങ്കിൽ അങ്ങനെയാണ്. വീടെന്നോ പറമ്പെന്നോ മണ്ഡപമൊന്നുമില്ല. എവിടെ ചിന്തിക്കുന്നു അവിടെ ശൗചാലയം. ചേട്ടൻ എന്താ ഉദ്ദേശിച്ചത്? നീ എന്താ ഉദ്ദേശിച്ചത്? സ്റ്റോറി. സോറി സ്റ്റോറി അല്ല സ്റ്റോറി. സ്റ്റോറി കാരണം ലൈഫിന്റെ ഇത്തിരി തന്നെ ഇപ്പൊ മാറിപ്പോയേനെ. എന്ത് ചെയ്യാനാ? ഇതേ ഇനിയിപ്പോ എന്ത് ചെയ്യണം ഞാൻ ആലോചിച്ചോണ്ടിരിക്കണം. കൊളാബ് ചെയ്താല? വലയിട്ട് എടുത്തു വാ. ചേട്ടാ ചേട്ടന്റെ അളിയൻ പറയുന്നേ ചേട്ടന് കൊളാബ് ചെയ്യാൻ അറിയാൻ പാടില്ല. അവൻ അങ്ങനെ പറഞ്ഞാ നീ ലൈറ്റ് ഓഫ് ഇപ്പൊ ഞാൻ കാണിച്ചു. അങ്ങനെയാണെങ്കിൽ കൊളാബ് ചെയ്തിട്ട് ആദ്യം ചേട്ടന്റെ അച്ഛനും അമ്മയ്ക്കും പെങ്ങക്ക് സെൻഡ് ചെയ്യാം. എന്ത് വീഡിയോ? നിനക്ക് ഭ്രാന്താണ്. എന്താണ് ഈ പറഞ്ഞോണ്ട് പോണത്? ഞാൻ കൊളാബ് എന്ന് പറഞ്ഞതേ നമ്മള് രണ്ടുപേരും കല്യാണത്തിനെടുത്ത വീഡിയോ ഇല്ലേ, അതൊന്നിച്ച് പോസ്റ്റ് ചെയ്യണ കാര്യമാണ് കൊളാബ് എന്ന് പറഞ്ഞത്. എന്റെ ചേട്ടൻ എന്തൊരു നിഷ്കുവാണ്. ചേട്ടന്റെ ഫോണിലേക്ക് ഞാനൊരു സാധനം അയച്ചിട്ടുണ്ട്, നോക്കിക്കേ. ഇത് എന്തിനാണ് 143 അയച്ചത്? ചേട്ടാ 143 രൂപയല്ല, 143 ഐ ലവ് യു. അതാണ് ഒരു സാധനം ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ടേ. എന്തിനായിട്ട് 1432 രൂപ? ഐ ലവ് യു ടു. ഐ ലവ് യു 3 എനിക്ക് അയക്കണമെന്നുണ്ട്. പക്ഷെ ഫോണിന്റെ EMI പിടിച്ചോണ്ട് ബാലൻസ് ഇല്ല. അതെ എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. എന്ത് വേണം പറഞ്ഞോ. എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല. ആടി പറ. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിട്ട് അയ്യോ എന്തൊക്കെ കാണിക്കണം. ആദ്യരാത്രി നടക്കണം. ചാടി ചാടി അങ്ങ് നിക്ക്. ചാടി ചാടി നിനക്ക് ആദ്യരാത്രി പെട്ടെന്ന് നടന്നാൽ മതിയായിരുന്നു. ചേട്ടൻ കാണിക്കുന്നേ? അല്ല ആടി പറയാൻ പറഞ്ഞപ്പോ ആടി പറഞ്ഞു ഓടാൻ പറഞ്ഞപ്പോ ഓടിയാണ് ചാടി നിന്നാപ്പ. അയ്യോ ചേട്ടൻ എന്റെ കൂട്ടുകാരത്തി വിളിച്ചപ്പോ അവളോടാ പറഞ്ഞത് ഓടാനും ചാടാനും ഒക്കെ. അവളോട് കിടക്കാൻ പറയാൻ പാടില്ലായിരുന്നോ? എടി ചേട്ടനെ വാമപ്പൊക്കെ ചെയ്ത് സെറ്റ് ആയിട്ട് നിക്കണേന് ഞാൻ പിന്നെ വിളിച്ചാൽ മതിയാ. ഏട്ടൻ പറയേട്ടാ. അല്ല വാമപ്പിലേ പറയാൻ വന്ന കാര്യം മറന്നുപോയി. നമുക്ക് നമ്മുടെ ആദ്യരാത്രിയിലേക്ക് പോവാം. ബേബി സാബു ബേബി നാട്ടിനഴിച്ച് കെട്ടിട്ട് കിടന്ന് ഉറങ്ങടാ. അളിയൻ ഉറങ്ങിയിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പതുക്കെ പറഞ്ഞാൽ മതി കേട്ടാ. ഏട്ടാ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാം? കിടക്കണമെന്നല്ലേ? അല്ല, നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 3 മക്കളെങ്കിലും വേണോട്ടാ. ആദ്യം ഞാൻ ഈ റോഡൊന്ന് വെട്ടട്ടെ, എന്നിട്ട് നമുക്ക് ടാറിട്ടാ പോരെ. വാ നമുക്ക് കിടക്കാൻ സമയം കണ്ട. വാ വാ കിടക്ക വാ. അവിടെ എന്താടാ? ഞാനല്ല ഇത് ഞാനല്ല. ആവശ്യമായ ശബ്ദമൊന്നും ഉണ്ടാക്കല്ലേ. അയ്യോ ഞാനൊരു കാര്യം പറയട്ടെ. ഒരാളെ പോലെ 9 പേരുണ്ടാവുന്നതാണ്. നീ ഇപ്പൊ കണ്ടത് അങ്ങനത്തെ ഒരാളെയാണ്. ഇല്ല ഇല്ല ഇത് നിങ്ങൾ തന്നെ. ഞാൻ വിശ്വസിക്കൂല, ഇത് നിങ്ങൾ തന്നെയാ. സത്യം പറ, ഏതാ ഇവള്? ഈ രാത്രി ഇങ്ങനെ പിണങ്ങല്ലേ? നമ്മുടെ ആദ്യരാത്രി മൂടുകളല്ലേ? ഞാൻ 9 തന്നാ തീരാവുന്ന പ്രശ്നമുള്ളതൊക്കെ വേണ്ട. ഞാൻ തരും.
വേണ്ട തരും. വേണ്ട. അതെന്താ ഇപ്പൊ എടുത്ത് കളഞ്ഞേ? ഏ, ചുണ്ടിനടി വെക്കണ സാധനമല്ലേ? ചുണ്ടിനടിയിലുള്ള പല്ല് ആടിക്കിടക്കാണ്, തുപ്പിക്കളഞ്ഞാണ്. പിന്നെ പേപ്പറിൽ പൊഞ്ഞ പല്ലി ഞാൻ ആദ്യമായിട്ട് കാണേ. സത്യം പറയാത്തത്, സത്യം പറയാത്തത്, സത്യം പറയാത്തത്. ബേബി കൂൾ കൂൾ കൂൾ. ഇനി പറ എന്താ അത്? 3 തവണ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ എന്നെ പറഞ്ഞ് ചതിക്കല്ലേ, നിങ്ങൾ എന്നെ പറഞ്ഞ് ചതിക്കല്ലേ. എടി സത്യമായിട്ടും എന്റെ മനസ്സിൽ നീ അല്ലാണ്ട് വേറെ ആരുമില്ല. മനസ്സിൽ വേറെ ആരുമില്ല. പക്ഷെ എന്താണ് ഈ നീണ്ടിരിക്കുന്നത്? അത് നീ വീട്ടിൽ തുറന്ന ബ്രഷ് ആയിരിക്കുള്ളൂ. അല്ല, ആഹാ, വലിക്കില്ല വലിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വലിപ്പിക്കണായിരുന്നല്ലേ നിങ്ങള്? സത്യം പറ, ഇനി എന്തൊക്കെയുണ്ട് നിങ്ങളുടെ കയ്യിൽ? നോക്കട്ടെ, നോക്കട്ടെ. എന്താണോ ഇത്? അത് ഷഡ് ലൂസ് ആവാണ്ടിരിക്കാൻ പറ്റിച്ചതാ. അതിന് മദ്യക്കുപ്പിയാണ് കയറ്റി വെക്കണത്. അല്ലാണ്ട് അളിയനെടുത്ത് വെക്കാൻ പറ്റൂല. അയ്യോ എന്റെ ദൈവമേ, എന്റെ ജീവിതം തൊലഞ്ഞ്. ഇത് മൊത്തം ലഹരിയാണ്. ഇത് ലഹരിയല്ല, ഞാൻ ജനിച്ചപ്പോ കൂടെ ഉണ്ടെന്ന് ഓഹരി. അത് അതെല്ലാം കേട്ടോ. ദേ, ഒരു കാര്യം ഞാൻ പറയാ, എന്തും ഞാൻ സഹിക്കും, പക്ഷെ ലഹരി വരെ ഞാൻ സഹിക്കും. പക്ഷെ പെണ്ണ് അത് ഞാൻ സഹിക്കൂലടോ. ഏയ്, 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 അതല്ല. AI. AI അല്ല, നിങ്ങളുടെ എ ആണത്. അതല്ലടി, AI എന്ന് പറഞ്ഞാൽ അറിയാമല്ലേ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതായത് ഈ AI വഴി മരിച്ചുപോയ ആൾക്കാരെ കണ്ടില്ല, മേഘത്തിന്റെ ഇടയിൽ വന്നിട്ട് വെള്ള ജുബൊക്കെ ടാറ്റ ചെയ്ത് കാണിക്കൂലേ, അതുപോലെ AI ഞാൻ ഉണ്ടാക്കി കൊടുത്ത പെണ്ണാണ് ഈ കണ്ടത്. പിന്നെ അതെ, സത്യമായിട്ടും. സത്യമാണോ? ആ, 24 മണിക്കൂറും ഫോണ് കളിച്ചോണ്ടിരിക്കുന്ന നിനക്ക് എന്താന്ന് അറിയാൻ പാടില്ലടി. ചേട്ടാ കണ്ട ഒറിജിനൽ ഏട്ടാ. ആ, അതാ ഞാൻ പറഞ്ഞത്. എന്റെ ദൈവം, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ച് സോറി ഏട്ടാ. ചുമ്മാ കിടന്നത് നമുക്ക് ഉറങ്ങാം. അല്ലേട്ടാ ഒരു കോള് വന്നിട്ടുണ്ടല്ലോ. ഇതാരാടാ? ഹലോ, പെണ്ണല്ലേ ഇത്? പെണ്ണാ? ഇത് പെണ്ണല്ലേ? പെണ്ണാ? പറ, ഹലോ പറ. ഹലോ 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 ഹലോ. കുട്ടാന്ന്, കുട്ടൻ, ഏതാ കുട്ടൻ? സത്യം പറ, ഏതാ കുട്ടൻ? കുട്ടൻ കുട്ടൻ ബിജുക്കുട്ടൻ, സിനിമ ബിജുക്കുട്ടൻ. അയാളെന്തിനാ ഈ സമയത്ത് വിളിക്കുന്നത്? ഒരു ആശംസ പറയാൻ വിളിച്ചാ. എന്നിട്ട് എന്ത് പറഞ്ഞു? ഒന്നും പറയില്ല. ഇല്ല, എനിക്ക് വിശ്വാസമില്ല. നോക്കട്ടെ. ദേ, സാബുക്കുട്ട, നമ്മുടെ വീഡിയോ ഭയങ്കര വൈറലായി. നാട്ടിൽ എനിക്ക് ഇപ്പൊ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നീയാണ് വേറെ കല്യാണം കഴിച്ച്. എനിക്കൊന്നേ നിന്നോട് പറയാനുള്ളൂ, നീ എന്റെ ബെസ്റ്റിയാണ്. നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. അതുകൊണ്ട് മര്യാദയ്ക്ക് വീടിന്റെ ഫ്രണ്ടിലോട്ട് വാ. ഞാൻ ഇവിടെ നിപ്പോട്ട്. താൻ എന്താ പറഞ്ഞത്? താൻ AI കൂടി ഉണ്ടാക്കിയ പെണ്ണില്ലേ, അവളതെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് നിപ്പണ്ട്. അവൾക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്ന്. ഞാൻ നേരത്തെ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ, ഈ മരിച്ചുപോയ ആൾക്കാരൊക്കെ മേഘത്തിന്റെ ഇടയിൽ വന്ന് വെള്ള ജുബയുടെ ടാറ്റ കാണിക്കുമെന്ന്. അതിനിവിടെ ആരും മരിച്ചില്ലല്ലോ. അവൾ ഇപ്പൊ ഇങ്ങോട്ട് കയറി വരും, എന്നിട്ട് എന്നെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നിന്റെ അടുത്ത് പറയും. അപ്പൊ ഞാനും നാളെ മുതൽ മേഘത്തിന്റെ ഇടയിൽ ഇരുന്ന് വെള്ള ജുബയായിട്ട് നിനക്ക് ടാറ്റ കാണിക്കും. നാളെ മുതലല്ല, ഇപ്പം മുതൽ. അയ്യ, അമ്മ. ഇനിയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങടാ. സൂപ്പർ. Comedy.